ഒറ്റ രാത്രി കൊണ്ട് 41 പേരെ ഇല്ലാതാക്കാൻ പാകത്തിന് നടന്ന രാഷ്ട്രീയ ചുവടുവയ്പ്പാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കണ്ടത്. സ്റ്റാലിന്റെ DMKയെ അടിച്ച് തറപറ്റിക്കാനായിട്ട് സിനിമാ ജീവിതത്തോട് വിട പറഞ്ഞുകൊണ്ട് വിജയ് TVK എന്ന പുതിയ പാർട്ടിയുമായി വന്നതിനിടയ്ക്ക് നടത്തിയ റാലികളിലൊക്കെ തന്നെ സംഘടനാ മികവ് കൊണ്ട് പേരുകേട്ടതാണ്. നല്ല പേരല്ല എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി വിജയെ അടിച്ചാക്ഷേപിച്ചുകൊണ്ടോ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടോ ആരും തന്നെ രംഗത്ത് വരുന്നില്ല എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി സ്റ്റാലിൻ എന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ചതോടൊപ്പം വിജയെ കൂടി വിളിക്കുന്നത്. നീണ്ട 15 മിനിറ്റ് നേരം രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതിന് ശേഷമാണ് വിജയ് ദുരന്തം നടന്ന 34-ാം മണിക്കൂറിൽ പുറത്തിറങ്ങുകയും ചെയ്തത്. അതുമാത്രവുമല്ല, ദുരന്തമുഖത്തേക്ക് ചെല്ലാനുള്ള അനുമതി വിജയ്ക്ക് പോലീസ് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം നിർമ്മല സീതാരാമൻ കരൂരിലെ ദുരന്തമുഖത്തേക്ക് എത്തുകയും കാര്യങ്ങളെ ചോദിച്ചറിയുകയും ചെയ്യുന്ന രംഗങ്ങളും നമ്മൾ ഇന്ന് കണ്ടു. എന്നാൽ ഇവിടെ കൃത്യമായ അഭിപ്രായ പ്രകടനം നടത്തുകയാണ് ശശി തരൂർ. കോൺഗ്രസ് MP ശശി തരൂർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിൽ അദ്ദേഹം അതൃപ്തി അറിയിച്ചു. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള രാജ്യത്തിന്റെ പോരായ്മകൾ ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടി. കരൂർ ദുരന്തത്തിന് തൊട്ടു മുൻപ് ബംഗളൂരുവിൽ നടന്ന സമാനമായ സംഭവത്തിൽ 11 പേർ മരണപ്പെട്ടിരുന്നു. ഹൃദയം തകർന്നു പോകുന്നു. പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും ഇത്തരം അപകടത്തിൽ മരണപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ തരൂർ പറഞ്ഞു. സാധാരണക്കാരെ സംരക്ഷിക്കാൻ ദേശീയ തലത്തിൽ ഒരു വ്യവസ്ഥാപിത നയത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറഞ്ഞു. സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ എന്നിവരെ കാണാൻ വരുന്ന വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശക്തമായ നിയമങ്ങളും പ്രോട്ടോകോളുകളും ആവശ്യമാണെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇവ നടപ്പായില്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ജീവൻ ഇത്തരം ദുരന്തങ്ങളിൽ നഷ്ടപ്പെടുന്നത് തടയാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.